അമിത ആത്മവിശ്വാസം വേണ്ട. കാത്തിരുന്നു. ഞങ്ങൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? അത്ര കഠിനമായി ഞങ്ങൾ പരിശീലിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പിന്നെ എന്ത് ചെയ്തെന്നാ കരുതിയേ? കുത്തിയിരുന്ന് പൂ പറിക്കായിരുന്നു വിചാരിച്ചോ? എന്റെ ഒരു ഭാഗ്യം നോക്കണേ, ഇതൊരു സുന്ദരനാ. നിന്നെ കൂടെ എന്റെ കയ്യിൽ കിട്ടിയാൽ നല്ല രസമായിരിക്കും. ഇനി ആരെയും ഉപദ്രവിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. കേട്ടോടി കിളവി. ഈ പരീക്ഷ വർഷത്തിൽ 2 പ്രാവശ്യം നടത്തും. അങ്ങനെയെങ്കിൽ ഇത് 4ാമത്തെ വർഷമാണ്. അനുഭവ സമ്പത്തുള്ളവൻ. നീ ഇപ്പൊ ശരിക്കും ഒരു വിദഗ്ധനായി കാണണം. അതെ, വേണമെങ്കിൽ പറയാം. കൊള്ളാലോ. അപ്പൊ നിനക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അതെ, ചില വിദഗ്ധന്മാർ ഒരിക്കലും ജയിക്കാറില്ല. പിന്നെ ഇതാണ് ടോയ്ലറ്റ്. നീ തീർന്നടാ. അയ്യോ സാറേ, അറിയാതെ പറ്റിയതാണ്. കേട്ടല്ലോ, ഗുഡ് ബോയ്. നീ എന്താടാ സംസാരിക്കുന്നത് കേൾക്കാതെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാ? പഠിപ്പിച്ചത് പോക്കൺ വാട്ടർ ടീച്ചറാണ്. ഓ, ഇപ്രാവശ്യം തീയിലൂടെ നടക്കണോ? അതോ ഇനി എയറിലൂടെ നടക്കുന്നതാണോ? ആ, ഒന്ന് പറയൂ ഭ്രാന്തൻ സന്യാസി. ഞാനിത് കേൾക്കാൻ കാത്തിരിക്കുക. ശരി ശരി, ഭ്രാന്തൻ സന്യാസി എന്നുള്ള ഈ വിളി അങ്ങ് നിർത്ത്. ഞാൻ എത്ര മികച്ചതാണെന്നതിനെ കുറിച്ച് നിനക്കൊരു ഐഡിയ ഇല്ല അല്ലേ? എന്ത് മികച്ച ഭ്രാന്തനാണെന്നോ? ഞാൻ ജയിച്ചു. നിന്റെ ജീവൻ എന്നോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഞാൻ എന്താടി വൃത്തിയിട്ടവളെ? അങ്ങനെ ഒരു മിഷൻ കൂടി കംപ്ലീറ്റ് ആയി. ഈശ്വരന് നന്ദി. എന്റെ കുഞ്ഞു ഡോറയെ കിട്ടിയല്ലോ. നിനക്കെന്തേലും പറ്റിയിരിക്കുമെന്ന് ഞാൻ പേടിച്ചു. ഇതുപോലൊരു ചാക്കുകെട്ടാണ് അവന്റെ യജമാനത്തിയെങ്കിൽ അവൻ ഓടിയതിൽ ഒരു അത്ഭുതവും ഇല്ല. കൊള്ളാം. പക്ഷെ നിനക്ക് പേടി കുറച്ച് കൂടുതലല്ലേ? ഇതേ നിന്റെ മുഖത്തുള്ള ജാട കളയുന്നത് നല്ല കേട്ടോ. എന്താ പറഞ്ഞേ? അല്ല, ഇങ്ങനെ നടന്ന ഒരാഴ്ച ആവുന്നാ ഞാൻ പറഞ്ഞത്. നിന്നെ ഇവിടെ കണ്ടതിൽ എനിക്കൊരു ഞെട്ടലുണ്ടായിരുന്നു. അതിപ്പോ ഹൊക്കാഗയുടെ ബ്ലാക്ക് ഓപ്സിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ലല്ലോ. മറ്റൊരു മാസ്കാണ്. ഞാൻ ശക്തനാണെന്ന് നീ കരുതുന്നുണ്ടാവും. പക്ഷെ ഞാൻ എപ്പോഴും എന്തും കൊളാക്കാറേ ഉള്ളൂ. ശക്തനാണെന്ന് ഞാൻ കാണിക്കും, കാരണം എനിക്ക് പേടിയാ. എന്നാൽ അതിന്റെയൊക്കെ പുറകിൽ ഞാനൊരു വലിയ പൂജ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ശരിയല്ല. നീ എല്ലാ കാര്യങ്ങളും കുളമാക്കിയപ്പോഴും അത് ഞാൻ എങ്ങനെയാ പറയാ? നീ ഒരു അഭിമാനിയായ പരാജയമാണ്. അമിത ആത്മവിശ്വാസം വേണ്ട. കാത്തിരുന്നു. ഞങ്ങൾ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? അത്ര കഠിനമായി ഞങ്ങൾ പരിശീലിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പിന്നെ എന്ത് ചെയ്തെന്നാ കരുതിയേ? കുത്തിയിരുന്ന് പൂ പറിക്കായിരുന്നു വിചാരിച്ചോ?